ഹായ് ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹോമീസ് ടോക്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്യൂട്ടായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മാല ഉണ്ടാക്കുന്ന ഐഡിയ ആയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഇതേ ഞാൻ ടെറാക്കോട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ടെറാക്കോട്ടയ്ക്ക് പകരമായിട്ട് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള മോൾഡേറ്റിൻ്റെ ക്ലേയോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വേറെ ഏതെങ്കിലും ടൈപ്പ് ഓഫ് ക്ലേസ് ഒക്കെ ഉണ്ടാവില്ല, അതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ഈ ഒരു പേർപ്പസ് നടന്നാൽ മാത്രം മതി. അപ്പം ഞാൻ ഈ ഒരു ടെറാക്കോട്ട യൂസ് ചെയ്യണതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരിക്കലും ഡ്രൈ ആവില്ല. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഡ്രൈ ആവില്ല. നമുക്ക് പിന്നെയും അത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ആ ഒരു ടെറാക്കോട്ട നല്ല രീതിയിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്, ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ കുറച്ച് ടാൽക്കം പൗഡർ ഇട്ട് കൊടുക്കുക, ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ഒട്ടിപ്പൊടിക്കും കേട്ടോ. അപ്പോൾ ടാൽക്കം പൗഡർ ഇട്ടതിന് ശേഷം നമ്മൾ എന്തെങ്കിലും ഒരു ഉരുണ്ട സംഭവം എടുത്തിട്ട് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കുക കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഒരുപാട് കട്ടിയില്ല, എന്നാലും കട്ടി ഒട്ടും കുറവുമല്ല, അങ്ങനെയുള്ള ടൈപ്പിലുള്ള ഒരു മാലയാണ് കേട്ടോ. ഞാൻ റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ മാല ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ ഒരു കുപ്പിയുടെ അടപ്പ് ഇതുപോലെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ടെറാക്കോട്ട ഈ ഒരു സൈസിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും കുഞ്ഞിതാണ് ഞാൻ ചെയ്യണത്, ഈ ഒരു സൈസാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ എന്നും പറയാറുള്ള കാര്യമാണ്, ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇതുവരെ ഫോളോ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണേ. ആമിൻ തന്നെയാണ് പേര്. നമ്മുടെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് ഞാൻ ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ജസ്റ്റ് ഒന്ന് കയറി നോക്കണേ. അപ്പോൾ ഇതേ ഈ ഒരു സൈസിൽ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, റൗണ്ടിൽ. പിന്നെ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ നിന്നായിട്ട് ഒരു 1/2 സെൻറ്റിമീറ്ററിൽ നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു സൈഡ് ഞാൻ ഓൾറെഡി ചെയ്തു, അത് ചെയ്ത സമയത്ത് വീഡിയോ മിസ്സായി കേട്ടോ. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ പിന്നെ അത് മിസ്സായി. അപ്പം ഞാൻ തിരിച്ചുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അതേ ഇതുപോലെ 1/2 സെൻറ്റിമീറ്റർ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യണ കത്തിയില്ലേ അതെടുക്കുക. എന്നിട്ട് ഈ നമ്മൾ മാർക്ക് ചെയ്തില്ലേ 1/2 സെൻറ്റിമീറ്റേഴ്സ് വെച്ചിട്ട് അതുവഴി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മുഴുവനായിട്ടും കട്ട് ചെയ്ത് പോകാൻ പാടില്ല കേട്ടോ. ഈ ഒരു രീതിയിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ജസ്റ്റ് നമുക്ക് ആ ഒരു മാർക്ക് അതിൽ വീണാൽ മാത്രം മതി കേട്ടോ, മുഴുവനായിട്ടും കട്ട് ചെയ്യരുതേ. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് കംപ്ലീറ്റ്ലി ചെയ്തെടുക്കാം. അപ്പോൾ കുട്ടി കുട്ടി സ്ക്വയേഴ്സ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് കിട്ടും. അപ്പോൾ ഇതേ മുഴുവനും ഞാൻ ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പാർട്ടില്ലേ, അതിൽ നിന്നൊരു കുട്ടി പീസ് ഇതുപോലെ എടുക്കുക. എന്നിട്ട് കൈവെള്ളയിലിട്ട് നല്ല രീതിയിൽ ഒന്ന് ഉരുട്ടിയെടുക്കുക കേട്ടോ. നമുക്കൊരു ബീഡ്സിൻ്റെ ഷേപ്പിലാക്കി എടുക്കണം. അപ്പോൾ ഒരു ബീഡ്സ് ഇതിൻ്റെ മുകളിലായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ബീഡ്സ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ദേ ഒരു കുട്ടി കഷ്ണം കമ്പി എടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്ലവറൊക്കെ ഉണ്ടാക്കുന്ന കമ്പിയില്ലേ, അതോ വേറെ എന്തിനു യൂസ് ചെയ്യുന്ന കമ്പിയായാലും കുഴപ്പമില്ല കേട്ടോ. ഈ ഒരു വലുപ്പത്തിൽ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം അതൊന്ന് പകുതി ഇതുപോലെ മടക്കുന്നുണ്ട് കേട്ടോ, പകുതി സൈസിലായിട്ട് ഇതുപോലെ മടക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബീഡ്സില്ലേ അതിൻ്റെ ഉള്ളിലേക്കായിട്ട് നമ്മൾ ഇതൊന്ന് കയറ്റി കൊടുക്കുക. ഈ രീതിയിൽ ഒന്ന് ഉള്ളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അതിൻ്റെ ഏറ്റവും എൻഡിലായിട്ട് വരുന്ന പാർട്ടില്ലേ, പുറത്തേക്ക് വരുന്ന ആ ഒരു പാർട്ടില്ലേ, അത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു പെൻഡൻറ്റിൻ്റെ താഴ്ഭാഗത്തായിട്ടൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് പെൻഡൻറ്റിൻ്റെ താഴത്തായിട്ട് ഒരു ബീഡ്സ് ഇതുപോലെ നിൽക്കുന്ന രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ഒന്ന് അതിൻ്റെ മുകളിലേക്കായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു കമ്പി ഞാൻ ഈ ഒരു സൈസിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ഒരു പെൻഡൻറ്റിൻ്റെ മുകളിലായിട്ട് ത്രെഡൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനൊരു റീഫില്ലർ ഇതിൻ്റെ ഉള്ളിലായിട്ട് വെച്ചിട്ടാണ് മടക്കിയിട്ടുള്ളത്. അത് കുറച്ച് മുകളിൽ ഇങ്ങനെ വിടർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതൊന്ന് മടക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി, ക്ലേയുടെ ഉള്ളിലേക്കായിട്ട് ഇതങ്ങ് കയറി നിന്നോളും. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡ്രൈ ആവണതിൻ്റെ മുന്നേ വേണം ഇത് ചെയ്യാനായിട്ട്. ഇല്ല ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണം നേരത്തെ തന്നെ ചെയ്യുക. പിന്നെ ഒന്നും കൂടെ ഒന്ന് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. താഴത്ത് ബീഡ്സ് ഒട്ടിച്ചതിൻ്റെ അവിടെയും മുകളിൽ ആ ഒരു കമ്പി വെച്ചിട്ടില്ലേ അവിടെയും കുറച്ച് ഗ്ലൂ, ഫെവിക്കോൾ തന്നെയാണ് കേട്ടോ, അതൊന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഡ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡ്രൈ ആയ ശേഷം നമുക്കത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാനിത് ഫുള്ളായിട്ടൊന്ന് ബ്ലാക്ക് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് ചെയ്യണത്. എൻ്റെ കയ്യിലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സാരി ഉണ്ട്, അപ്പോൾ അതിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഡ്രസ്സിന് അനുസരിച്ച് അതിന് മാച്ചിങ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഞാൻ ഫുള്ളായിട്ട് ഫസ്റ്റ് ഇതുപോലെ ഒന്ന് ബ്ലാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് നമുക്ക് ഡ്രൈ ആവണം. ഡ്രൈ ആയതിന് ശേഷം മാത്രമേ അടുത്തത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതേ വൈറ്റ് കളർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ സ്ക്വയേഴ്സ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതായത് ഒരു ബ്ലാക്ക്, അതിനുശേഷം ഒരു വൈറ്റ്, പിന്നെ ഒരു ബ്ലാക്ക് വൈറ്റ്, ആ രീതിയിലാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ കളേഴ്സാണോ ഏതൊക്കെ കോമ്പിനേഷനാണോ യൂസ് ചെയ്തിട്ടുള്ളത് ആ ഒരു രീതിയിൽ ചെയ്യുക കേട്ടോ.
അപ്പോൾ ഇതേ കംപ്ലീറ്റ്ലി ഞാനിതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് സൈഡിലായിട്ട് ഞാൻ ഫുള്ളൊന്ന് വൈറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാ സൈഡിലുമായിട്ടും ഒന്ന് വൈറ്റ് കൊടുക്കുക കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ഇതിനെ മാറ്റും മറിക്കും ഒക്കെ ചെയ്യാവേ. അതേപോലെ നമ്മുടെ ആ ബീഡ്സിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തായിട്ടും ഞാൻ വൈറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് പകുതി ബ്ലാക്കും പകുതി വൈറ്റും ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ത്രെഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ നമ്മുടെ സാധാരണ ത്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതായത് നമ്മുടെ മെഷീൻ ത്രെഡില്ലേ നോർമലി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ എടുക്കുന്ന ആ ത്രെഡാണ്. ആ ത്രെഡ് പക്ഷേ കുറേ അധികം ലെയേഴ്സ് ആക്കി മാറ്റിയെടുക്കണം. എന്നാൽ മാത്രമാണ് നമുക്കിത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കിട്ടുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോവും, അത് യൂസ് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3-4 ലെയർ ആക്കിയതിന് ശേഷം കയ്യിലേക്ക് കുറച്ച് ഗ്ലൂ എടുക്കുക. എന്നിട്ട് നമ്മൾ ത്രെഡിൻ്റെ മുകളിലേക്കായിട്ട് ഗ്ലൂ വെച്ച് കൊടുക്കുക. അതായത് നമ്മുടെ ഈ ഗ്ലൂ വെച്ചിട്ട് ആ ഒരു 4 ലെയറില്ലേ അതൊന്ന് ജസ്റ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം ഉണങ്ങിയതിന് ശേഷം മാത്രമേ പിന്നെ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. നല്ല രീതിയിൽ ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് സമയം ഇത് ഉണങ്ങാൻ വേണ്ടി വെക്കണം കേട്ടോ. ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മളത് ഇതിൻ്റെ മുകളിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതേ നമ്മുടെ ആ ഒരു ത്രെഡ് നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കമ്പിയില്ലേ ആ കമ്പിൻ്റെ മുകളിലേക്കാണ് കേട്ടോ ഞാൻ ഇതേപോലെ ഒന്ന് കോർത്തെടുക്കണത്. അപ്പോൾ ഇതേ നമ്മുടെ മാല ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും വരാറുള്ളതുപോലെ ദയവ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എനിക്ക് കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം ആ ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ട് അതിൽ ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെയും ടേക്ക് കെയർ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.